പിന്നെ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് നമുക്കറിയാം. മോഹൻലാൽ വരുന്നു, മോഹൻലാലിന്റെ ഒരു റിക്വസ്റ്റിൽ മഞ്ജു വാര്യരെ സുരേഷ് ഗോപിയുടെ കഥാപാത്രം താലി കെട്ടുന്നതൊക്കെയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നേരെ ഒരു ക്ലൈമാക്സിൽ ഏറ്റവും അവസാനത്തെ ആ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. അതായത് ഭയങ്കര സന്തോഷവതിയായിട്ടുള്ള മഞ്ജു വാര്യരും ഇവരെ കസിൻസിനൊക്കെ യാത്ര അയക്കുന്നതും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ശരിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സീൻ ഉണ്ടായിരുന്നു. അത് സിബിമലയിൽ കഴിഞ്ഞ ദിവസം ആ ഒരു ഫംഗ്ഷനിൽ പറയുകയും ചെയ്തു. കാരണം ശരിക്ക് നമ്മൾ ഇന്ന് കാണുമ്പോൾ മോഹൻലാലിനെ മാത്രമേ വിവാഹം കഴിക്കൂ, അല്ലെങ്കിൽ മോഹൻലാലിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരിക്കുന്ന മഞ്ജു വാര്യർ മോഹൻലാലിന്റെ നിർബന്ധത്തിന് വഴങ്ങി സുരേഷ് ഗോപിനെ കല്യാണം കഴിച്ച് നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ശരിക്കും ഭയങ്കര സന്തോഷവതിയായിട്ടൊരു മഞ്ജു വാര്യരാണ്. അപ്പോൾ ഇത് ശരിക്കും ലോജിക്കലി വേണമെങ്കിൽ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാം. പക്ഷെ അതുകൊണ്ട് അവർ അതിലൊരു സീൻ ഷൂട്ട് ചെയ്തിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ മഞ്ജു വാര്യരെ സുരേഷ് ഗോപി കല്യാണം കഴിച്ച് വീട്ടിലോട്ട് വരുന്നതും ജയറാമിൻ്റെ ഒരു കഥാപാത്രമൊക്കെ ഇവരുടെ പാരൻസിനെയും മറ്റു ബന്ധുക്കളെ എല്ലാവരെയും കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു വലിയൊരു സീൻ ഉണ്ടായിരുന്നു. ഈ ഒരു സീൻ അന്ന് തിയേറ്ററിൽ ആദ്യത്തെ ഷോ കാണിച്ചിരുന്നു. പക്ഷെ അത് അന്ന് ഭയങ്കര ലാഗ് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പല തിയേറ്ററുകാർ പറഞ്ഞ ആ ഒരു സീൻ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലെങ്ത്തും ഒരുപാടുണ്ട് ശരിക്കും സിനിമയിൽ. അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ ലെങ്ത്തും കുറഞ്ഞു, വലിയ കുഴപ്പമൊന്നും പ്രേക്ഷകർക്ക് ആർക്കും ഫീൽ ചെയ്യില്ല. അങ്ങനെ ഒരു സീൻ ഉള്ളതായിട്ട് തന്നെ ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് ആ ഒരു സീൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് എന്നൊക്കെ സിനിമയിൽ, അത് ഈ അടുത്ത് കുറച്ച് മുമ്പ് സിനിമയിൽ ഒരു ഇൻ്റർവ്യൂവിലാണ് ഇത് ശരിക്കും റിവീൽ ചെയ്തത്. അന്ന് ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു, കുറേ കട്ട് ചെയ്ത് കളഞ്ഞതാണ്, അതാണ് ആ ലെങ്തി ആയിട്ടുള്ള സീൻ കട്ട് ചെയ്ത് കളഞ്ഞതാണെന്നുള്ളതൊക്കെ. പിന്നെ അതൊന്നും ഇനി ഫിലിമിലൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അതൊന്നും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവില്ല. ഇന്നാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് സിനിമകളിൽ ഡിലീറ്റഡ് സീൻസ് എന്ന് പറഞ്ഞ് തിയേറ്ററിൽ കാണിക്കാത്തതോ അത് OTT വരുമ്പോൾ കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ അവർ യൂട്യൂബിൽ ഇടാറുണ്ട്. അപ്പോൾ അന്നൊന്നും പിന്നെ അതത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് അതെവിടെയാണെന്ന് ഇപ്പോൾ അറിയില്ല എന്ന് തോന്നുന്നു.